അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാനിൻ്റെ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ദിവസങ്ങൾ പ്രാർത്ഥന കൊണ്ടും പശ്ചാത്താപം കൊണ്ടും സജീവമാക്കേണ്ടുന്ന സമയങ്ങളാണ്. നമ്മുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം അല്ലാഹു തആല വിട്ട് പുറത്ത് മാപ്പാക്കി തരുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുവാണ്. എപ്പോഴും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല ഒരു ചിന്ത, നല്ല ഒരു ഭാവന ഒരു വിശ്വാസിക്ക് വേണം. എൻ്റെ റബ്ബിൻ്റെ ദോഷങ്ങൾ പൊറുക്കുമെന്നുള്ള ഒരു ചിന്ത. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നിങ്ങളോട് തൗബ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്ന ഒരു രൂപം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, തൗബ ചെയ്താൽ നമുക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങൾ അള്ളാഹു അവിടെ വിശദീകരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വളരെ കിടയൊത്ത തൗബ നിങ്ങൾ ചെയ്യണം. വളരെ കൃത്യമായ തൗബ നിങ്ങൾ ചെയ്യണം. അതിൻ്റെ എല്ലാ ഷർത്തുകളും പാലിച്ച്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്താൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. വയദ്ഖുലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ പുഴകൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നോക്കൂ, നിങ്ങൾ തൗബ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് നേട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഈ തൗബ? നമ്മുടെ ദോഷം പൊറുക്കാനാണ്. നമ്മളാവശ്യമാണ് യഥാർത്ഥത്തിൽ. നമ്മളാവശ്യം നിറവേറ്റിയാൽ അള്ളാഹു അതിൻ്റെ കൂടെ നമുക്ക് നൽകുന്ന മറ്റൊരു ഓഫറാണ് സ്വർഗം. ദോഷം നിങ്ങൾ പൊറുക്കും, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇത് അള്ളാഹു വെറുതെ നമ്മളെ കബളിപ്പിക്കല്ല. അള്ളാഹു ഇങ്ങനെ ചെയ്യുകയുമില്ല. അള്ളാഹു എന്തു പറയുന്നു അത് കൃത്യമായി നടപ്പാക്കാൻ കഴിവും ശക്തിയുമുള്ള നമ്മുടെ ഇലാഹാണ് അള്ളാഹു. അള്ളാഹുവാണ് ഇതൊക്കെ സംവിധാനിച്ച അള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മളോട് ദോഷം ചെയ്യരുത് എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ദോഷം ചെയ്തു. എന്നാലും അള്ളാഹു നമുക്ക് ദോഷം മാപ്പ് ചെയ്യാനുള്ള അവസരം അള്ളാഹു തരുകയാണ്. അത് കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നാളെ സ്വർഗലോകത്തെത്തുമ്പോൾ വലിയ സന്തോഷമാവും. കാരണം ദുന്യാവിക ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്, നശിക്കാത്ത ലോകമാണ് പരലോകം. അവിടെയാണ് നമുക്ക് സന്തോഷം വേണ്ടത്. അതിന് നിങ്ങൾക്ക് തൗബ വളരെ ആവശ്യമായി വരികയാണ്. തൗബ എങ്ങനെയൊക്കെ വേണം? തൗബയുടെ പ്രധാനപ്പെട്ട ഷർത്തുകൾ മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് അയ്യുഖ്ലിഅനിൽ മഅസിയത്തി, തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുറിഞ്ഞ് ഒഴിവാക്കുക. ആ തെറ്റുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണം, മദ്യവരുമാനം, പലിശ വരുമാനം ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർത്തൽ ചെയ്യണം, മുറിച്ച് മാറ്റണം. അത്
നീ സ്വീകരിക്കാൻ പാടില്ല. അത് സ്വീകരിച്ചുകൊണ്ടുള്ള തൗബ അള്ളാഹു സ്വീകരിക്കുകയുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ എന്തെങ്കിലും തെറ്റുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, തെറ്റിൻ്റെ ശൃംഖലയിൽ നമ്മൾ ഉണ്ടെങ്കിൽ അത് നമ്മളതിൽ നിന്ന് ഒഴിവാക്കാം. രണ്ടാമത്തത് പ്രവർത്തിച്ചതിൻ്റെ മേൽ ഖേദിക്കുക. പ്രവർത്തിച്ചതിൻ്റെ മേൽ ഖേദിക്കുക. അപ്പോൾ ഞാനതങ്ങനെ ചെയ്തല്ലോ ഉറപ്പേ, ഞാനങ്ങനെ പ്രവർത്തിച്ചല്ലോ, വേണ്ടില്ലായിരുന്നു എന്നുള്ള ഖേദം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വരും. അത് നമ്മുടെ മനസ്സാണ് ഇവിടെയൊക്കെ പ്രവർത്തിക്കേണ്ടത്. നാവുകൊണ്ട് പറയുന്നതിൻ്റെ അപ്പുറം മനസ്സുകൊണ്ടുള്ള ഒരു ഖേദവും ഉണ്ടാവേണ്ടതാണ്. യഥാർത്ഥ തൗബ എന്നുള്ളത് തന്നെ അത്തൗബത്തു അന്നദം എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തൗബ എന്നുള്ളത് തന്നെയാണ് എന്നത് ഒരു ഖേദമാണ്. അത്തായിബു മിൻ ദംബിൻ കമല്ലാ ദംബലു എന്ന ഹദീസിൽ കാണാം. ദോഷത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തെറ്റില്ലാത്ത ആളെ പോലെയാണ്. മൂന്നാമത്തത് ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക, ഉറപ്പിക്കാം. ഇനി ഞാൻ ആ തെറ്റിലേക്ക് എത്തുകയില്ല, ഞാൻ ആ തെറ്റിലേക്ക് വരികയില്ല എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇമാം നബി റഹിമത്തുള്ളാഹി പറയുന്നു, ഫൈൻ ഫുഖിദ അഹദു സലാസ ലം യസിഖ് തൗബത്തു. ഈ മൂന്നിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ, അത് ചെയ്യാതിരുന്നാൽ അവൻ്റെ തൗബ സ്വീകരിക്കുകയില്ല. അവൻ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു തെറ്റാണെങ്കിൽ അവിടെ ഈ ഷർത്തിൻ്റെ പുറമെ നാലാമത്തെ ഒരു ഷർത്തും കൂടെ ഉണ്ടാവും. ഒരാളെ കുറ്റപ്പെടുത്തിയതാണ് തെറ്റ്, അല്ലെങ്കിൽ ഒരാളെ പരിഹസിച്ചതാണ്, അല്ലെങ്കിൽ ഒരാളെ മുതലെടുത്തതാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് മുതൽ അങ്ങോട്ട് വീട്ടാനുള്ളതാണ്. ഇതൊക്കെയാണെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഇതാകുമ്പോൾ നാലാമത്തെ ഒരു ഷർത്ത് എന്ന് പറയുന്നത് ആ ആളോട് പോയി പൊരുത്തപ്പെടിക്കണം. പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം, ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. അപ്പോൾ ഒരു ചോദ്യം, നമുക്കറിയില്ലല്ലോ, ചില ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടു പോയ ആളുടെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്ത് അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ദുആർക്കാം. അങ്ങനെ വരെ മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ അവർ നമ്മളെ ബാധ്യതകൾ ചോദിക്കുമ്പോൾ നമ്മുടെ നന്മകൾ അവർക്ക് കൊടുക്കും. അങ്ങനെ നന്മകളൊക്കെ കഴിഞ്ഞ് എന്നിട്ടും പരാതിക്കാർ ബാക്കിയാണെങ്കിൽ അവരുടെ തിന്മ നമ്മൾക്കിലേക്ക് തരികയും അങ്ങനെ മുഫ്ലിസായി തൊലഞ്ഞവനായിട്ട് മാറുകയും ചെയ്യുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് തൗബ പ്രിയപ്പെട്ടത്. ഇത് ഈ മനുഷ്യനുമായി ബന്ധമില്ലാത്ത തൗബ, അള്ളാഹുമായിട്ട് മാത്രം ബന്ധിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ടും കൂടെ ബന്ധപ്പെട്ടതാണ്. ഹൃദയവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടത് എന്നത് പറയാം. തൗബ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്താണ്? അത് അവർക്ക് അല്ലാഹു തആല സ്വർഗമാണ് കൊടുക്കുന്നത്. മാത്രമല്ല, തൗബ ചെയ്യാതെ നമ്മൾ പിന്തിച്ചാൽ അതിനു വേണ്ടി, ആ പിന്തിച്ചതൊരു കുറ്റമാണ്, അതിനു വേണ്ടി ഒരു തൗബ ചെയ്യേണ്ടി വരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ തൗബ നമുക്ക് ഏതുവരെ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തി അവൻ്റെ ശബ്ദം ഇടറുന്ന സമയമായാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. അതിൻ്റെ മുമ്പ് തൗബ സ്വീകരിക്കും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിൻ്റെ മുമ്പ് തൗബ സ്വീകരിക്കും. ഇപ്പോൾ സൂര്യൻ കിഴക്കുന്ന ഉദിക്കുന്നത്, അന്ത്യനാളിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്നാണ് ഉദിക്കുന്നത്. ആ സമയം വന്നാലും തൗബ സ്വീകരിക്കുകയില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാലും തൗബ സ്വീകരിക്കില്ല. അതിൻ്റെ മുമ്പ് എപ്പോഴും അല്ലാഹു തആല അവൻ സന്നദ്ധനായി നിൽക്കുകയാണ്. രാത്രിയിൽ ചെയ്ത ദോഷങ്ങളെ പകല് പൊറുക്കാൻ പകലിൽ അല്ലാഹു സന്നദ്ധനാണ്. പകലിൽ ചെയ്ത ദോഷങ്ങളെ പൊറുക്കാൻ രാത്രി തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു സന്നദ്ധനായി നിൽക്കുന്നു.
ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കും, ഉറപ്പാണ്, സംശയമില്ല. പ്രിയപ്പെട്ടവരെ, തൗബ അത്രയും വേഗത്തിൽ ചെയ്യേണ്ടതാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഓഫർ, പ്രത്യേകിച്ച് റമദാനിൻ്റെ ഈ അവസാന സമയത്ത് വളരെ പ്രധാനപ്പെട്ട പ്രതിഫലങ്ങളുള്ള ഈ ഒരു രാത്രിയിൽ, ഈ ഇങ്ങനെയുള്ള രാവുകളിലും പകലുകളിലും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.